അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്നു കവി പാടിയ ആദിയും അന്ത്യവുമില്ലാത്ത, നമുക്കൊരിക്കലും ചിന്തിച്ചു കണ്ടെത്തുവാൻ കഴിയാത്ത, എല്ലാ വർണ്ണനകൾക്കും അതീതമായ, സമയത്തിനും കാലചക്രത്തിനും പ്രപഞ്ചത്തിനും കാരണഭൂതമായ ഈശ്വരം എന്ന ശക്തിയെ ഒരുപാട് ഉപമകളിലൂടെ നാം കാണുന്നു, സ്വീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ജനനവും മരണവും, സന്തോഷവും ദുഃഖവും, ഭക്ഷണവും വിസർജ്യവും, സമയവും നിശ്ചലവും അത് ഈശ്വരമാകുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കാണപ്പെടുന്ന സത്യവത്തായ ഗുരു ഈശ്വരൻ, അതാകുന്നു ആദിത്യൻ അഥവാ സൂര്യൻ. ഒരു നാൾ മഹാകവി കുമാരനാശാനോട് ശ്രീ നാരായണ ഗുരു പറഞ്ഞ ഒരു വാക്യമുണ്ട്: നീ സൂര്യനാവുക, സൂര്യനായി ജീവിക്കുക. പ്രപഞ്ചത്തിൽ വിശ്വാസത്തിനും സത്യത്തിനും അനുഭവങ്ങൾക്കും സാക്ഷി, കർമ്മവും ധർമ്മവും നിറഞ്ഞ സൂര്യൻ എന്ന നക്ഷത്രത്തെ നമ്മുടെ ഗുരുവായി കാണാം. വള്ളിച്ചെടി പോലുള്ള മനുഷ്യ മനസ്സുകൾക്ക് പടർന്നു കയറുവാനുള്ള വൻ വൃക്ഷമാകുന്നു ആദിത്യ ധ്യാനം. അർപ്പണബോധത്തോടുകൂടിയുള്ള ആദിത്യ മന്ത്രത്തിൻ്റെ അറിവ് നമുക്ക് ഒരുപാട് നേരായ വഴികൾ തുറന്നു കാട്ടുന്നു. ആദിത്യ ഹൃദയമന്ത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്ന, അന്ധകാരത്തിനു തന്നെ ആന്ധകാരനാകുന്ന, അന്ധകാരത്തെ നശിപ്പിക്കുന്ന ആ സൂര്യദേവനെ ഞാൻ നമിക്കുന്നു. പുണ്യരത്നം പോലെ പാവനമായ ശക്തി മനസ്സിനെ ആനന്ദഭരിതമാക്കുന്നു. മഞ്ഞിനെയും തണുപ്പിനെയും നശിപ്പിക്കുന്ന ആ സൂര്യദേവൻ അത്യാഗ്രഹത്തെയും അസത്യമോഹങ്ങളെയും നശിപ്പിക്കുന്നു. ശാന്തമായതും സൗമ്യമായതും ഘോരമായതും രൗദ്രമായതുമായ ആ സൂര്യനെ ഞാൻ നമിക്കുന്നു. എല്ലാ കാന്തികൾക്കും പ്രഭകൾക്കും അതീതമായ പ്രഭയോടുകൂടിയ ശക്തിയെ ഞാൻ നമിക്കുന്നു. ചലിക്കുന്നതും ചലിക്കാത്തതുമായ സർവചരാചരങ്ങൾക്കും, ഈ ലോകത്തുള്ള, ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും ഗുരുവായ ആ സൂര്യ തേജസ്സിനെ ഞാൻ നമിക്കുന്നു. ദിവ്യമായ ദൈവികമായ ഈ ലോകത്തിന് സാക്ഷിയായ ആ സൂര്യദേവനെ ഞാൻ നമിക്കുന്നു. സത്യമെന്ന ഈശ്വരശക്തിയിൽ പ്രധാനമായ, സത്യമെന്ന ഈശ്വരശക്തിക്ക് സ്വരൂപമായ ആ സൂര്യ തേജസ്സിനെ എന്നും എന്നും ഏതൊരു നിമിഷവും ഞാൻ വന്ദിക്കുന്നു. ഒരു ജപം എന്നതിനേക്കാളുപരി ഈ സത്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ നിലനിൽപ്പിന് പോലും ആധാരമായ ആ സൂര്യദേവനെ വന്ദിക്കുക, പ്രാർത്ഥിക്കുക, നമിക്കുക. അഹം ബ്രഹ്മാസ്മി.